Students, welcome to my classroom. Now we are going to discuss about merits and demerits of external source of recruitment. First of all, the merits, that is the advantages of external source of recruitment. First point is wider options. The personnel management will get wider choice on selection of candidates. There are a lot of applicants from the outside of the organization, so the organization can available wider options. Then next one is fresh talent. The candidate who is selected through the external recruitment process can bring fresh air and fresh outlook. They can bring new ideas and suggestions. This will improve the overall performance of the organization. Third one, availability of qualified personnel. People having requisite skill, education and training will be obtained. Then fourth one, competitive spirit. If a company can tap external sources, the existing staff will have to compete with the outsiders. They will work harder to show better performance. These are the advantages of external source. That is, എക്സ്റ്റേണൽ സോഴ്സിൽ വരുന്ന അഡ്വാൻറ്റേജിൽ ഒന്ന് വൈഡർ ഓപ്ഷൻസ്, ഒരുപാട് ചോയ്സ് ഉണ്ടായിരിക്കും. ഇൻറ്റേർണലി അല്ല, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്നാകുമ്പോൾ അതിനകത്ത് ഒരുപാട് ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്യും. അതിനകത്ത് വൈഡർ ഓപ്ഷനാണ് ഉണ്ടാവുക. ഫ്രഷ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഫ്രഷ് ഔട്ട്ലുക്കും അതുപോലെ ഫ്രഷ് എയറും അത് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ദേ ക്യാൻ ഏബിൾ ടു ക്രിയേറ്റ് ന്യൂ ഐഡിയാസ് ഫോർ ദി ഓർഗനൈസേഷൻ. നെക്സ്റ്റ് വൺ, അവൈലബിലിറ്റി ഓഫ് ക്വാളിഫൈഡ് പേഴ്സണൽ. അതായത് ഇഷ്ടംപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കാൻഡിഡേറ്റ്സ്. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്ത് ട്രെയിനിങ് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. ട്രെയിനിങ് ഇല്ലെങ്കിലും ഒരുപാട് ആപ്ലിക്കൻ്റ് വരുമ്പോൾ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അത്രയും സ്കിൽഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള ട്രെയിനിങ് എല്ലാം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട്, അങ്ങനെയുള്ള എംപ്ലോയീസിനെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ്. ഒരു കമ്പനി എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് പുതിയ എംപ്ലോയീസിനെ എടുക്കുന്ന സമയത്ത് ഓൾറെഡി എക്സിസ്റ്റിംഗ് എംപ്ലോയീസിൻ്റെ മൈൻഡിൽ വരും, പുതിയ എംപ്ലോയീസിൻ്റെ മുന്നിൽ കുറഞ്ഞു കൊടുക്കരുതെന്നും അതുപോലെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് നന്നായി പെർഫോം ചെയ്താൽ അവർക്ക് പ്രൊമോഷൻ കിട്ടും എന്നുള്ള ഒരു ചിന്തയുള്ളത് കൊണ്ട് അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. എക്സിസ്റ്റിംഗ് എംപ്ലോയീസിൻ്റെ ഇടയിൽ അവർക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിൻ്റെ ഇടയിൽ അവർക്ക് ന്യൂ എംപ്ലോയീസിനോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു എഫിഷ്യൻസി അവർ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഓർഗനൈസേഷന് ബെനിഫിറ്റ് ഉണ്ടാക്കും. അതുപോലെ പുതിയ എംപ്ലോയീസ് വരുമ്പോഴും അവർ ഫ്രഷ് ടാലൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിലും എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ഫുൾ ട്രെയിൻഡ് ആയിട്ടും അല്ലെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവരുടെ മുന്നിൽ പുതിയ എംപ്ലോയീസിനെ പിടിച്ച് നിൽക്കണമെങ്കിൽ അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്യും. ദീസ് ആർ ദി അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് ഡിസ്അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സസ്. ഫസ്റ്റ് വൺ, എക്സ്പെൻസീവ്. A lot of money is required for advertisement, conducting tests, interviews, etc. Then consumes a lot of time. There is a lot of time required for recruitment process. Next one, lack of cooperation. Existing employees were not cooperate with the new employees because they feel that their promotional chance have been taken away by them. Then demoralization of present employees. When a new persons are recruited outside the present employees feel demoralized. They think that their prospects are reduced due to them. Next, greater labor turnover. If employees are recruited at a higher post from outside sources, their existing employees will have the organization due to dissatisfaction. It will lead to increase in labor turnover. Then lost the sense of security. Existing employees lost their sense of security. It will lead to create disloyalty among the employee to the concern. ദാറ്റ് ഈസ് എക്സ്റ്റേണൽ സോഴ്സിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒന്ന്, ഒരുപാട് എക്സ്പെൻസീവാണ്. കാരണം അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം, ഇൻ്റർവ്യൂ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം, കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് എക്സ്പെൻസസ് അവർ ഫേസ് ചെയ്യേണ്ടി വരും. ദെൻ അതുപോലെ തന്നെ എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് എക്സ്റ്റേണൽ സോഴ്സിലൂടെ എംപ്ലോയീസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് ടൈം വരും. അതൊരു ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്.
ദെൻ ലാക്ക് ഓഫ് കോപ്പറേഷൻ. എക്സിസ്റ്റിംഗ് എംപ്ലോയീസിൻ്റെ ഇടയിൽ ന്യൂ എംപ്ലോയീസുമായിട്ടുള്ള കോപ്പറേഷൻ കുറവായിരിക്കും. കാരണം അവരുടെ പ്രൊമോഷൻ ചാൻസാണ് ന്യൂ എംപ്ലോയീസ് തട്ടിയെടുത്ത് എന്നുള്ളൊരു ചിന്ത അവരിൽ ഉണ്ടായിരിക്കും. ആൻഡ് ഡീമോറലൈസേഷൻ ഓഫ് പ്രസൻറ്റ് എംപ്ലോയീസ്. പ്രസൻറ്റ് എംപ്ലോയീസിൽ, അതായത് പുതിയ എംപ്ലോയീസ് പുറത്തുനിന്ന് വരുമ്പോൾ അവരുടെ മനസ്സിൽ അവരുടെ ഒരു എന്താ പറയുക, ഭാവിയിൽ അവർ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ നടക്കാതെ പോകും, അതൊക്കെ ഇവർ തട്ടിയെടുക്കും എന്നുള്ള ഒരു പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായാലും ശരി, അങ്ങനെ എംപ്ലോയീസ് എന്ത് ചെയ്യും, ചിന്തിക്കും. ദെൻ ഗ്രേറ്റർ ലേബർ ടേൺ ഓവർ. എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് ഹയർ പോസ്റ്റിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് പകരം ഹയർ പോസ്റ്റിലേക്ക് പുതിയ എംപ്ലോയീസ് വരുന്ന സമയത്ത് പഴയ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. അവർ ആ ജോലി വിട്ട് പോകാനായിട്ട് ശ്രമിക്കും, മറ്റൊരു ഓർഗനൈസേഷനെ തേടി പോവും. ലോസ്റ്റ് ദ സെൻസ് ഓഫ് സെക്യൂരിറ്റി. എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് അവരുടെ സെൻസ് ഓഫ് സെക്യൂരിറ്റി ലോസ് ആവും. കാരണം അവർ നന്നായി പെർഫോം ചെയ്താൽ പ്രൊമോഷൻ കിട്ടും എന്നുള്ളൊരു കാഴ്ചപ്പാടിലൂടെയാണ് അവർ ജോലി ചെയ്യുന്നത്. അവർക്ക് പ്രൊമോഷൻ അവൈലബിൾ അല്ല. അവർ ആഗ്രഹിച്ച പോസ്റ്റിലേക്ക് പുതിയ എംപ്ലോയീസ് പുറത്തുനിന്ന് വരികയാണ് ചെയ്തതെങ്കിൽ അവർക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അവരുടെ ജോബ് സെക്യൂർഡ് അല്ല എന്നവർക്ക് തോന്നിപ്പോവാണ്. അപ്പോൾ തോന്നിപ്പോണ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ വരും. ആ കൺസേണിനോടുള്ള, ഓർഗനൈസേഷനോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ നെഗറ്റീവായി പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ ഫേസ് ചെയ്യാറുണ്ട്. മെയിൻലി ഫേസ് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിൻ്റെ ഭാഗത്ത് നിന്ന് ആണ്. ഓക്കെ, ഇത്രയാണ് ഡീമെറിറ്റ്സ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.